ഹലോ ഫ്രണ്ട്സ്, ചെമ്പന്നൂർ പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതി ചെന്നിട്ട് നമ്മുടെ അച്ഛമ്മേനോട് ചോദിക്കും, അച്ഛമ്മയ്ക്ക് ഞങ്ങളൊക്കെ സമ്മാനം തന്നല്ലോ, ഇനി ഞങ്ങൾക്കുള്ള സമ്മാനം എന്താണെന്ന് പറയുമോ എന്ന് ചോദിക്കുമ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട്, മനസ്സ് നിറഞ്ഞു മക്കളെ, നിങ്ങളുടെ എല്ലാവരുടെയും സമ്മാനം എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ സമ്മാനത്തിന് അർഹതപ്പെട്ട ആളെ ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് ആ സമ്മാനം എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നു. അപ്പോൾ തന്നെ നമ്മുടെ ശ്രുതിക്ക് ഭയങ്കര സന്തോഷമാട്ടോ. ശ്രുതിയോട് പറയുന്നുണ്ട്, ആ സമ്മാനം നമുക്ക് തന്നെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണേ. നമ്മുടെ ചന്ദ്രയാണെങ്കിൽ ബാമയോട് പറയുന്നുണ്ട്, ആ സമ്മാനം കിട്ടാൻ പോകുന്നതേ നമ്മുടെ ശ്രുതിക്കും തന്നെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് നിൽക്കുവാണ്. അങ്ങനെ നമ്മുടെ അച്ഛമ്മ ആ സമ്മാനമൊക്കെ എടുത്തിട്ട് വരികയാണ്. എന്നിട്ട് പറയും, എല്ലാവർക്കും തരാൻ പറ്റത്തില്ല, ഇത് അർഹതപ്പെട്ട അവരുടെ കയ്യിൽ മാത്രമേ ഞാൻ കൊടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അത് തുറന്നിട്ട് അതിൽ നിന്ന് ഒരു ഗോൾഡ് കോയിൻ എടുത്ത് കാണിക്കൂട്ടോ. അത് കണ്ടത് നമ്മുടെ ശ്രുതിയാണെങ്കിൽ, അയ്യോ ഗോൾഡ് കോയിൻ, എനിക്ക് വയ്യ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുക കേട്ടോ. ആ സമയത്ത് രവി ആണെങ്കിൽ പറയും, എനിക്കറിയായിരുന്നു അമ്മേ, ഇത് തന്നെ ആയിരിക്കും അമ്മ എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നതന്നെ, അതൊന്നും ഗിഫ്റ്റ് കൊടുക്കണ്ട അമ്മേ, അമ്മയുടെ കയ്യിൽ തന്നെ വെച്ചോ എന്ന് പറയുമ്പോൾ, അങ്ങനെയല്ല, ഇത് പാരമ്പര്യ സ്വത്താണ്, അത് തലമുറകളായിട്ട് കൈമാറിയിട്ട് എൻ്റെ കയ്യിൽ എത്തിയതാണ്, ഇനിയിപ്പോൾ കൊടുക്കാനുള്ള സമയമായി, അത് അർഹതപ്പെട്ടവരുടെ കയ്യിൽ തന്നെ ഞാൻ ഏൽപ്പിക്കുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശ്രുതിയോട് ചോദിക്കുന്നുണ്ട് കേട്ടോ, അതിന് എത്ര വില കാണും ശ്രുതി? അതിനിപ്പോൾ അങ്ങനെ പറയാൻ പറ്റത്തില്ല, അമൂല്യനിധിയാന്നല്ലേ പറഞ്ഞത്, നല്ല വില ഉണ്ടാവും എന്ന് പറയുമ്പോൾ അയ്യോ എന്ന് പറയാൻ കേട്ടോ ശ്രുതി. അപ്പോഴേക്ക് മഹിമ വർഷയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, നീയല്ലേ ഏറ്റവും വലിയ കുടുംബത്തിൽ നിന്ന് വന്നത്, അപ്പം നിനക്കാണ് അത് കിട്ടാനുള്ള അർഹത എന്ന് പറയുമ്പോൾ നമ്മുടെ വർഷ പറയുന്നുണ്ട് മഹിമയുടെ അടുത്ത്, അമ്മ ഈ ഡീഗ്രേഡ് ചെയ്ത് സംസാരിക്കണമെന്ന് നിർത്ത്, ഒന്നുകിൽ സൈലൻ്റ് ആയിട്ട് ഇരിക്കുക, അല്ലെങ്കിൽ വീട്ടിൽ പോകുമെന്ന് പറയണേ. അപ്പം നമ്മുടെ അച്ഛമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നിങ്ങളൊക്കെ തന്ന സമ്മാനം എനിക്ക് ഇഷ്ടപ്പെട്ടു, എല്ലാവരുടെയും സമ്മാനം ഞാൻ ഒരേ രീതിയിലാണ് കാണുന്നതെന്നും, അതിനേക്കാളും ഈ പണം കൊടുത്ത് വാങ്ങുന്നതിനേക്കാളും നല്ല സമ്മാനം സ്നേഹത്തിലും ബന്ധത്തിലും ഒക്കെയാണ്, പണത്തിനേക്കാളും എത്രയോ വലുതാണ് ഈ ബന്ധങ്ങളൊക്കെ. ഈ ജന്മം ഞാൻ കാണാൻ പറ്റില്ല എന്ന് കരുതിയ എൻ്റെ കൂട്ടുകാരികളെ എൻ്റെ സച്ചിമ എൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി എന്ന് പറയുമ്പോൾ നമ്മുടെ രേവതിക്കൊക്കെ സന്തോഷമാവാണ്. ആ സമയത്ത് തന്നെ മനുഷ്യൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറഞ്ഞാൽ ഓർമ്മകളും അനുഭവങ്ങളും തന്നെയാണ്. അത് രേവതി മോൾ ഒരു വീഡിയോ ആക്കി നമ്മുടെയൊക്കെ മുന്നിൽ അവതരിപ്പിച്ചു എന്ന് പറയാണ്. അപ്പോഴേക്കും നമ്മുടെ ശ്രുതിക്കൊക്കെ മനസ്സിലാവുന്നുണ്ട് കേട്ടോ, സമ്മാനം കയ്യിൽ നിന്ന് പോയി എന്നുള്ള കാര്യം. അവർ രണ്ടുപേരും എനിക്ക് സമ്മാനിച്ചത് കാശ് കൊടുക്കാൻ വേണ്ടി പറ്റാത്ത സാധനങ്ങളാണ്, അതുകൊണ്ട് എൻ്റെ ഈ സമ്മാനം സച്ചിമോനും രവതി മോൾക്കും ആണെന്ന് പറയുമ്പോൾ തന്നെ രവി ആദ്യം കൈ അടിക്കും കേട്ടോ. പിന്നീട് ശ്രീകാന്തൊക്കെ കൈയടിക്കാണ്, മറ്റുള്ളവരൊന്നും കൈയടിക്കുന്നില്ല കേട്ടോ, കാരണം അവർക്കിത് നഷ്ടപ്പെടുകയാണല്ലോ ചെയ്തത്. അതിനുശേഷം നമ്മുടെ സച്ചിയുടെ അടുത്തേക്ക് പോയിട്ട് അച്ഛമ്മ പറയും, ഇത് വിൽക്കുകയോ പണയം വയ്ക്കുകയോ ആരുടെ കയ്യിലും കൊടുത്ത് കൈമാറുകയോ ഒന്നും ചെയ്യാൻ പാടില്ല, എപ്പോഴും ഒരു നിധി പോലെ സൂക്ഷിക്കണം എന്ന് പറയുമ്പോൾ നമ്മുടെ രേവതി പറഞ്ഞു കൊടുക്കുകയാണ്, അച്ഛമ്മ സൂക്ഷിച്ചതുപോലെ തന്നെ അതെപ്പോഴും എൻ്റെ കയ്യിൽ ഭദ്രമായിട്ടുണ്ടാവും എന്ന് പറയുമ്പോൾ അച്ഛമ്മ രണ്ടുപേരുടെയും കയ്യിൽ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ആ സമ്മാനം.